നമസ്കാരം. വെനീസ് ടൂർണമെന്റ് ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഏറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് TS സുരേഷ് ബാബു മലയാളത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നത്. യുവ നായകനായിട്ടുള്ള അസർ സൗദാൻ, അതായത് മമ്മൂക്കയുടെ സഹോദരി പുത്രനായിട്ടുള്ള അസർ സൗദാനാണ് ഈ സിനിമയിൽ നായകനായിട്ട് എത്തുന്നത്. ഹന്നയാണ് സിനിമയിൽ നായിക. അപ്പോൾ ഈ DNA എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പല ചാനലിനകത്തും ഇവർ ഇൻ്റർവ്യൂകൾ നടത്താറുണ്ട്. കാരണം പെയ്ഡ് റിവ്യൂസാണ് സാധാരണ ഇവർ ഇൻ്റർവ്യൂലൊക്കെ കൊടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഹനായും അക്സർ സൗദാനും ഒരു ചാനലിന് നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അതിൻ്റെ അവതാരിക ഈ ഹനായോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് മലയാള സിനിമയിൽ പൊതുവെ ഈ പുതുതായിട്ട് വരുന്ന നടികളായിക്കോട്ടെ അവർക്കെതിരെ മോശം പരാമർശങ്ങളൊക്കെ പല ഭാഗത്തു നിന്ന് നടത്താറുണ്ട്. കാരണം അവരെല്ലാം സിനിമയിൽ ഒന്നില്ലെങ്കിൽ സംവിധായകന് അല്ലെങ്കിൽ നിർമ്മാതാവിന് കിടന്നു കൊടുത്തിട്ടാണ് അവർ സിനിമയിൽ അഭിനയിക്കുന്നത്. അവർ കിടന്നു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല എന്ന തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ ഈ സിനിമ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ നിൽപ്പുണ്ട്. അപ്പം ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഹനായോട് ഈ അവതാരിക ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് അസ്ഥാനത്തുള്ള ചോദ്യമാണ്. അത് തെമ്മാടിത്തരം വന്നേ എനിക്ക് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ആ ചോദ്യത്തിൽ അസർ സൗദാനും ഹനയും പൊട്ടിത്തെറിച്ചുകൊണ്ട് ആ വേദിയിൽ നിന്ന് എന്താണ് കാണിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. സിനിമയിൽ ഈ നടിമാരിങ്ങനെ കിടന്നു കൊടുത്തിട്ട് തന്നെയാണോ ഇവരൊക്കെ ഈ സിനിമയ്ക്കകത്ത് എത്തുന്നത്, അല്ലെങ്കിൽ ആ ചോദ്യം ചോദിച്ച ആ ആങ്കറെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. എക്സ്ക്ലൂസീവ് ഒരു ഇൻ്റർവ്യൂ തന്നെയാണ്. എന്തായാലും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത്? സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടണം? ഞാൻ ചോദിക്കുന്നത് ഹനേനോടാണ്. എന്താണ് സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കിടന്നു കൊടുത്താൽ മതി. എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായി? അല്ല, എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഞാനൊരു ഹ്യൂമൻ ബീങ് അല്ലേ, നമ്മളൊരു മനുഷ്യല്ലേ. നമുക്ക് കേൾക്കുമ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ പോയി എല്ലാവർക്കും കടന്നു കൊടുത്താൽ, ഇപ്പൊ ഒരുപാട് പെൺകുട്ടികൾ ഡയറക്ട് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ എല്ലാവർക്കും പോയി കടന്നു കൊടുത്ത അവസരം കിട്ടി എന്റെ കുടുംബമൊക്കെ രക്ഷപ്പെട്ട് ഞങ്ങൾക്ക് വേറെ ലെവലിൽ വരുമായിരുന്നു. അങ്ങനെയൊന്നുമില്ല. കഴിവുള്ളവന് അവന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ വരും. നിങ്ങൾ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ഹനേനോടാണ്. അപ്പോഴും ഹന മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഹന അങ്ങനെ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ ചാൻസ് കിട്ടിയത്? ഞാൻ ചോദിക്കുകയാണ്. കാരണം ഞാൻ ഇത്രയും നേരം ചോദിച്ചിട്ട് ഹന മറുപടി പറയുന്നില്ല. അസ്കറാണ് മറുപടി പറയുന്നത് മൊത്തം. This is actually a program where many people are watching. So what do you think? അതിന് ഉത്തരം പറയാനാണ് ഞാൻ ചോദിക്കുന്നത്. ഹന അങ്ങനെയാണോ? ഷാലു അങ്ങനെയാണോ? ഞാൻ അങ്ങനെയല്ല. ഞാൻ ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ അങ്ങനെ കടന്നു കൊടുത്തിട്ടും അല്ല. എനിക്ക് ഇതുവരെ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുമില്ല. പിന്നെ എന്ത് കാര്യത്തിന് എന്നോട് അങ്ങനെ തിരിച്ചു ചോദിച്ചേ? ഞാൻ ചോദിച്ചതാണ്, സിനിമയിലൊക്കെ അഭിനയിച്ച ആളാണ്. അപ്പൊ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ചോദ്യം വേറെ രീതിയിൽ എടുത്തുകൂടെ? അതായത് ഹന്നക്ക് ഇതിനെപ്പറ്റി എന്താണ്, കേട്ടിട്ടുണ്ടോ, ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം, ഇങ്ങനെയൊക്കെയല്ലേ ചോദിക്കേണ്ടത്? ഹന്ന കിടന്നു കൊടുത്തിട്ടുണ്ടാണോ? എനിക്ക് വളരെ മോശം. കാരണം എന്റെ കൂടെ ഇരിക്കുന്നൊരു അവരെന്തോരം സിനിമയിൽ ചെയ്ത റീച്ച് കൂടാൻ ചോദ്യങ്ങളാണെങ്കിൽ എനിക്ക് നല്ല മറുപടി പറയാൻ റീച്ച് കൂടാൻ ചോദിക്കുന്നില്ല. ഞാൻ നോർമൽ ആയിട്ട് ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ ഉണ്ടോ, ഫിലിമിലുള്ള ഫീൽഡിലുണ്ടായിരിക്കും, എനിക്ക് അറിയത്തുള്ളൂ. പക്ഷെ എന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല ഷാലു, എന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ തിരിച്ചു ചോദിച്ചാൽ ഹൗ വിൽ യു ഫീൽ? ഞാൻ തിരിച്ച് നല്ലോണം റിയാക്ട് ചെയ്യും. കാരണം അങ്ങനെ ഒരു ഇതില്ല, ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ സിനിമകളൊക്കെ എങ്ങനെയാന്ന് വിചാരിച്ചിരിക്കുന്നത്? യു ടെൽ മീ. ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. താങ്കളൊരു പെൺകുട്ടിയാണ്, ഇവരൊരു പെൺകുട്ടിയാണ്. അങ്ങനെ ചോദ്യം കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടും. അങ്ങനെയാണെങ്കിൽ കിടന്നു കൊടുത്താൽ മാത്രം മതിയില്ലല്ലോ. ഒരിക്കലും അല്ല, ഞാൻ പ്ലാൻ ചെയ്ത് ചോദിച്ചാൽ താങ്കൾക്ക് ഒന്നും തോന്നുന്നില്ല. താങ്കളോട് ചോദിച്ച ചോദ്യം കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ അഭിനയിച്ചത്? അപ്പൊ അതെന്ത് വൃത്തിയുടെ ചോദ്യമാണ് ചോദിക്കുന്നത്? ഒരു പെൺകുട്ടിയാണ് ചോദിക്കുന്നത്. അവര് ഒരു ആങ്കറാണ്. എനിക്ക് ഇരിക്കുമ്പോ തന്നെ എനിക്ക് ഉളുപ്പ് തോന്നുന്നുണ്ട് ഈ പ്രോഗ്രാം ഇരിക്കുമ്പോ. അല്ലെ, എനിക്ക് തന്നെ അല്ല, അങ്ങനെയാണെങ്കിൽ മലയാള സിനിമയിൽ എന്തോ കാസ്റ്റിംഗ് കോച്ച് ഉണ്ട്. അവരോട് അന്നയോട് ചോദിക്കുക, അന്ന എന്താ മിണ്ടാത്തത്? അന്നക്ക് അതിന്റെ ഫീലിങ്സ് ഉണ്ടായിരിക്കും. മേ ബി എനിക്കറിയത്തില്ല. അന്ന എന്താ റിയാക്ട് ചെയ്തത്? അന്ന കാസ്റ്റിംഗ് കോച്ച് ഉണ്ടായിട്ടുണ്ട്. അന്ന പറയണം. അന്നെ എന്തായാലും മിണ്ടാത്ത അദ്ദേഹത്തിന്റെ ഫീലിങ്സ് ഉണ്ടോ എനിക്ക് മനസ്സിലാകുന്നില്ല. താങ്കൾ അങ്ങനെയാണെങ്കിൽ മര്യാദക്ക് സംസാരിക്കുക. അല്ലെങ്കിൽ ഞാൻ ഈ പ്രോഗ്രാം ഒന്നുമാണ്. അല്ലെ, പെണ്ണ് കിടന്നിട്ടുണ്ടോ, ആണ് കിടന്നിട്ടുണ്ടോ? അങ്ങനെയാണ് മലയാള സിനിമയിൽ എന്തോരം പെൺകുട്ടികൾ ഡയറക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് എല്ലാ ആണുങ്ങളും കടന്നു കൊടുത്തിട്ട് സിനിമയിൽ ചോദിച്ചിരുന്ന ചോദ്യം ഏറ്റവും ഇൻഅപ്രോപ്രിയേറ്റ് ആണ്, ചോദിക്കാൻ പാടാത്തൊരു ചോദ്യമാണ്. ഞാൻ ഹന മിണ്ടാതിരുന്നോണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാത്തോട് ചോദിച്ചത്. എങ്ങനെയാണോ മര്യാദ കൊണ്ട് പ്രതികരിക്കാതെ ഇത്രയും ക്യാമറ മുന്നിരിക്കുന്ന ആൾക്കാർ നോക്കി, നിങ്ങളൊക്കെ നോക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ റിയാക്ട് ചെയ്യണം. നിങ്ങൾ തന്നെ പറ. അല്ല, നിങ്ങൾ മിണ്ടായിരിക്കുന്നു പറഞ്ഞ അങ്ങനെ അഷ്കർ ഈസ് റിയാക്ടിങ്. ഹന എല്ലാം
Because this guy knows my character. I don't even react. എനിക്കറിയത്തില്ല അത് ഞാൻ അന്നനെ മാത്രം സപ്പോർട്ട് ചെയ്തതല്ല. ഈ മലയാള സിനിമയിലോ അല്ലെ നമ്മുടെ ഈ കേരളത്തിലോ എല്ലാ സ്ത്രീകളും കിടന്നു കൊടുത്തിട്ടാണ് അല്ലെ എല്ലാ നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ മോശമായിട്ട് കൊടുത്തിട്ടാണോ സിനിമയിൽ കയറുന്ന ചോദിച്ചു. അങ്ങനെ കിടന്നു കൊടുക്കാനാണ് പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പ് ചോദ്യം ചോദിക്കുന്നത് ഇത്ര ചീപ്പ് ചോദ്യം. നല്ലൊരു ഇന്റർവ്യൂ ആണ് പറയുന്ന ഒരു It സംഭവം shows it reflects how you are. It reflects how you are. ഒരിക്കലും ഞാനൊരു ഇൻഡിപെൻഡന്റ് വുമൺ ആണ്. ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്റെ സാഹചര്യം എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട് വന്നതാണെന്ന് എനിക്കറിയാം. ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാനാണ് ആങ്കർ, ഞാനാണ് അവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഷാലു എങ്ങനെ ഇവിടെ വരെ വന്നേ? കിടന്നു വന്നിട്ടാണ് ഒരിക്കലും ആരും മുന്നിൽ കടന്നു കൊടുത്തിട്ടല്ല വന്നത്. അതിവിടെ ഉറപ്പായിട്ട് പറയാൻ എനിക്ക് ഒരു യാതൊരു കുഴപ്പമില്ല. ഇത്രയും ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നിനക്ക് ആവറെന്ന് പറയാൻ പാടില്ലേ? ഞാൻ കിടന്നു കൊടുത്തിട്ടല്ലേ ഞാൻ ഒരു സോറി വന്നിരിക്കുന്നു. ഒരു സിനിമയുടെ പ്രൊമോഷൻ വന്നിരിക്കുന്നു. ചീപ്പ് ചോദ്യങ്ങൾ, ഇങ്ങനെ തറ ചോദ്യങ്ങൾ ചോദിക്കാൻ നേരത്തെ കിട്ടാൻ വേണ്ടി ഇത്ര ചീപ്പ് ചോദ്യങ്ങൾ. യു വാണ്ട് ടു കണ്ടിന്യൂ സിനിമ, യു കണ്ടിന്യൂ. സോറി, ഓക്കെ, താങ്ക് യു ഫോർ ദി ഇന്റർവ്യൂ. സോറി ബ്രദർ. താങ്ക് യു. TS സുരേഷ് ബാബു സംവിധാനം ചെയ്തിട്ടുള്ള DNA എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ പ്രോഗ്രാമായിട്ട് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഈ അവതാരിക ഡയറക്റ്റ് ഈ നടിയോട് ചോദിക്കുകയാണ്, സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണോ വന്നത്. സത്യത്തിൽ ആ ചോദിച്ചതും ഒരു സ്ത്രീയാണ്. ആ ഒരു പരിഗണന ഒരു പക്ഷേ ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ആരാണെങ്കിലും സ്തംഭിച്ചു പോകുമല്ലേ. കാരണം പൊതുവെ മലയാളികളുടെ ഒരു ചിന്താഗതിയുണ്ട് സിനിമയിൽ അത്തരത്തിലുള്ള പ്രവർത്തി ചെയ്തിട്ടാണ് വരുന്നതെന്നുള്ളത്. ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഏതാണ്ട് ഒരു 5-6 കൊല്ലത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം. എന്നാലും ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ആ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടി ആയിരിക്കും അവർ പക്ഷേ ചിലപ്പോൾ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു തെമ്മാടിത്തരം എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് തോന്നിയില്ല. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അസർ സൗദാനും അതോടൊപ്പം തന്നെ ഹന്നയും ഈ ഒരു അവതാരികയോട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അവർ ആ ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്ത് അവർ ഇറങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട്. ഇവർ സിനിമയുടെ ഒരു പ്രൊമോഷൻ പ്രോഗ്രാം പരിപാടിയിലാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം നടന്നിരിക്കുന്നത്. എന്തായാലും വളരെ ഷെയിം എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റുകളോ എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചോദിച്ച ചോദ്യം ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ശുഭപ്രതീക്ഷ. നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് ടു എന്റർടൈൻമെന്റ്.